ഐതിഹ്യ പെരുമയുടെ ഭക്തിയുടെ നിറവിൽ വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്തേക്ക് യാത്രയായി. വിഷുക്കണി ദർശനം പൂർത്തിയാക്കി എരിത്തേങ്ങാ സമർപ്പണവും വലിയ തീയാട്ടും വലിയ ഗുരുതിയും അരിയേറും നടത്തിയ ശേഷം ക്ഷേത്ര നട അടച്ചതോടെയാണ് ദേവി മധുരാപുരിയിലേക്ക് യാത്രയായത്. 3 മാസങ്ങൾക്ക് ശേഷം കർക്കിടകം 1 കണ്ണകി ദേവി കാവിലമ്മയായി തിരിച്ചെത്തുന്നതോടെ നട തുറന്ന് ദർശനവും പൂജാവിധാനങ്ങളും പുനരാരംഭിക്കും. അതുവരെ ക്ഷേത്ര നട തുറക്കുകയോ ദർശനമോ ഉണ്ടായിരിക്കില്ല. വിഷുക്കണി ദർശനത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ രാത്രി വൈകി നടന്ന അരിയേറിന് ശേഷം സമാപിച്ചു. അരിയേറ് നടന്നതോടെ നടയടക്കുകയും കാവിലമ്മ കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്തേക്ക് ഭർത്താവായ കോവിലന്റെ സമീപത്തേക്ക് പോകുന്നതായുമാണ് ഐതിഹ്യം. ഈ സമയം മധുരാപുരിയിൽ മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങുമുണ്ട്. പൗരാണികമായി ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരന്റെ പുത്രിഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠാ സങ്കല്പം. വർഷത്തിൽ 9 മാസം മാത്രം പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന സവിശേഷതയും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. നാലമ്പലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന ദേവിയുടെ കളമാണ് എഴുതിയത്. കളം പൂർത്തിയായതോടെ അനുഷ്ഠാന വാദ്യങ്ങളോടെ തോറ്റം പാട്ട് നടന്നു. കളത്തിൽ വച്ചൊരുക്കിന് ശേഷം കളം പൂജയും തിരിയൊഴിച്ചിലും നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് മുൻവശം കൊടിമര ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന എരിത്തേങ്ങയിലേക്ക് അഗ്നി പകർന്നു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച ആയിരക്കണക്കിന് നാളികേരം അഗ്നിയിൽ എരിഞ്ഞമർന്നു. മധുരാപുരി കത്തി അമരുന്നതിന്റെ പ്രതീകമായാണ് എരിത്തേങ്ങ സമർപ്പണം. തെക്ക് പുറത്ത് കൊടുംകാളിക്ക് രാത്രി വലിയ ഗുരുതിയും പിന്നീട് തീയാട്ടുണ്ണി നാലമ്പലത്തിൽ എഴുതിയ ദേവിയുടെ കളം വായിക്കും. തീയാട്ടുണ്ണി ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലേക്ക് അരിയേറ് നടത്തിയതോടെ ക്ഷേത്രനട അടഞ്ഞു. ഇനിയുള്ള 3 മാസക്കാലം ദേവി മധുരാപുരിയിൽ.